CPM-നും സംസ്ഥാന സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തുടർഭരണമുണ്ടായാൽ ബംഗാളിലെ സ്ഥിതിയിലേക്ക് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷം അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുവെന്ന് സാഹിത്യകാരി സാറാ ജോസഫും പ്രതികരിച്ചു. CPM-നും സർക്കാരിനുമെതിരെ പത്രത്തിൽ നൽകിയ ലേഖനത്തിലാണ് സാഹിത്യ അക്കാദമി ചെയർമാനായ കെ സച്ചിദാനന്ദൻ വിമർശനമുന്നയിച്ചത്. സച്ചിദാനന്ദന്റെ നിലപാട് പുറത്തുവന്നതോടെ CPM-ഉം സർക്കാരും പ്രതിരോധത്തിലായിരുന്നു. ഇന്ന് സച്ചിദാനന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഈ നിലയിൽ മുന്നോട്ടു പോയാൽ അധികം വൈകാതെ ബംഗാളിലുണ്ടായ വീഴ്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരം കുത്തകയാകുമ്പോഴും അത് ദുരധികാരമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നും ലോകത്തു മുഴുവൻ ഇത് അനുഭവമാണെന്നുമായിരുന്നു അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തുടർഭരണമുണ്ടായാൽ ബംഗാളിലെ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും ഇത് നയിച്ചേക്കാം. ജനങ്ങൾക്ക് പാർട്ടിയെ വിമർശിക്കാനുള്ള ഭയം വർദ്ധിച്ചു വരുന്നതായും സച്ചിദാനന്ദൻ പറഞ്ഞു. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്, വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. കെ സച്ചിദാനന്ദന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സാഹിത്യകാരി സാറാ ജോസഫും രംഗത്തുവന്നു. തുടർഭരണം ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കുമെന്നും സാറാ ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ശബ്ദം പ്രീണനമില്ലാതെ ഉയർന്നുവരേണ്ട കാലമാണിത്, അല്ലെങ്കിൽ അത് ജനാധിപത്യത്തെ നാശത്തിലേക്ക് നയിക്കുമെന്നും സാറാ ജോസഫ് പറഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ശബ്ദം ഏറ്റവും കൂടുതൽ പ്രീണനമൊന്നും ഇല്ലാതെ ഉയർന്നു വരേണ്ട ഒരു സമയം ആണ്. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കാരണം തുടർച്ചയായിട്ട് ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതൃപ്തികരമാവുമ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അധികാരത്തിൽ നിൽക്കാൻ വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണ് കേരള സർക്കാർ. ഓരോ മതങ്ങളും അവരുടെ സ്വന്തം നിലയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. എന്തിനാണ് അവർ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി നിൽക്കുന്നതെന്നും മതവും രാഷ്ട്രീയവും കൂട്ടുകൂടുമ്പോൾ ജനാധിപത്യത്തിന് നാശം സംഭവിക്കുമെന്നും സാറാ ജോസഫ് കൂട്ടിച്ചേർത്തു. ജനം, തൃശൂർ.